അപ്പൊ ചേച്ചി, നമ്മളിപ്പോ ഒരു റാമ്പ് വാക്ക് വെറുതെ തമാശക്ക് നമ്മൾ നടത്തി. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു റാമ്പ് വാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഒരു മോഡലിംഗ് രംഗത്ത് തിളങ്ങുന്ന ഒരു കുഞ്ഞു മിടുക്കിയാണ് ഇന്ന് നമുക്ക് നമ്മുടെ പെർഫോമർ ആയിട്ട് വരാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ മോൾക്ക് ചെറിയൊരു അസുഖം ഇങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോർമലി കാണുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഓട്ടിസത്തിന്റെ ഒരു സ്റ്റേജിലൂടെയാണ് നടക്കുന്നത്. പക്ഷെ ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ആ കുഞ്ഞിനെ തേടിയെത്തി. ഈ മോഡലിംഗിലേക്ക് അങ്ങനെ എല്ലാവർക്കും എത്താൻ പറ്റില്ല, അതൊരു കഴിവ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു മിടുക്കി കുട്ടിയാണ് ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ പ്രേക്ഷകർ കാണാൻ പോകുന്നത്, നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ ലെറ്റ്സ് വെൽക്കം ആധിക. അപ്പോ ആധിക കുട്ടിയും അമ്മാമ അല്ലെ, അമ്മാമയാണ് ഇന്ന് നമുക്ക് റെഡ് കാർപ്പറ്റിൽ വന്നിരിക്കുന്നത്. ശകുന്തളയുടെ ഒരു വേഷത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ വേഷമൊക്കെ കെട്ടാനായിട്ട് ആധിക ഇഷ്ടമാണോ? വേഷം ഏത് വേഷം കൊടുത്താലും അവളെ വേഷത്തിനോട് യോജിക്കാന്ന് പറയുന്ന ആൾക്കാര്. അപ്പൊ അമ്മയുടെ ഒരു വേഷം കെട്ടി അമ്മയുടെ വേഷത്തിൽ ഒരു ചെറുപ്പൊരു മോഡല് പോലെ അതുപോലെ 140 സ്റ്റേജ് അവള് കവർ ചെയ്തു. പല പല വേഷങ്ങൾ, പല വേഷങ്ങള്, 3 സംസ്ഥാന അവാർഡ്, ഒരു ഉജ്ജ്വലബാല അവാർഡ്. അപ്പൊ അമ്മയുടെ പേരൊന്ന് പറഞ്ഞോളൂ. ഷീല. അപ്പോ ഇത്രയും അവാർഡ് അല്ലെങ്കിൽ ഇത്രയും വേഷങ്ങൾ സ്റ്റേജിൽ ഇങ്ങനെ കേറി ചെയ്യാന്ന് പറയുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം വേറെ കുറച്ച്, അതായത് എനിക്ക് തോന്നുന്നു അധികം അങ്ങനെ സംസാരിക്കില്ല, അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കണം. എല്ലാ ഒന്നും സംസാരം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരു ലോകമുണ്ട്. അതെ, അവൾക്കൊരു ലോകം, അവളൊരു കഴിവ്, അത് മാത്രം അവള് ചെയ്യില്ല. പിന്നെ നമ്മളെ ആശ്രയിച്ചാണ് അവളുടെ ജീവിതം. പക്ഷെ വേഷം കെട്ടി സ്റ്റേജിൽ കയറിയാൽ ഇപ്പൊ ഈ ലൈറ്റിന്റെ ഇതൊക്കെ അവൾക്ക് ഭയങ്കര ഒരു ഇതുപോലെ അത് ചില സമയത്ത് ഓരോരോ ബുദ്ധിമുട്ടുകൾ. അതെ, പക്ഷെ എന്നാലും പൊതുവെ എപ്പോഴും സ്റ്റേജിൽ ഇങ്ങനെ വേഷങ്ങൾ കെട്ടി റാമ്പ് ചെയ്യുന്നതിൽ ഒരു ഇഷ്ടമുണ്ട്, ഒരു ഉത്സാഹമുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു ഇഷ്ടം ഈ ഒരു ഇതിലുണ്ട് അല്ലേ? കൂടുതൽ മലയാളി മങ്കിയാണ് അവള് വിജയിച്ചിരിക്കുന്നത്. മലയാളി മങ്കിയായിട്ടാണ് വിജയിച്ചിരിക്കുന്നത്. ആഹാ. 1ാമത് സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോ പിന്നെ ഞങ്ങൾ അതിലേക്ക് തന്നെ തിരിച്ചു. പിന്നെ പിന്നാക്കം വെച്ചില്ല. പിന്നെ എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ കുട്ടികൾ നമ്മൾ വീട്ടിൽ അരച്ചിരുത്തുന്നത് ശരിയല്ല, അവരെ നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ഓരോരോ കാഴ്ചകളും കാട്ടി നമ്മൾ അവരെ ഒന്നും കൂടി വലുതാക്കി എടുക്കണം. നമുക്ക് മാക്സിമം ചെയ്യാവുന്നത് ഞങ്ങൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും. സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് ചില പാട്ട് പാടുന്ന കുട്ടികള് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന, അങ്ങനെ പിയാനോ വായിക്കുന്ന കുട്ടിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു മോഡലിംഗ് രംഗത്ത് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കുട്ടി അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ അതാണ് ഇന്ന് ആധികയിൽ കാണുന്നത്. ഇപ്പൊ അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി എന്തെങ്കിലും ഇത് ചെയ്യോ? കുഞ്ഞാ പറയുന്നുണ്ട്, പക്ഷെ അവൾക്ക് വോയിസ് വരുന്നില്ല. അപ്പൊ അതിനെന്തെങ്കിലും ഇപ്പൊ ഈ സ്പീച്ച് തെറാപ്പി അങ്ങനെ എന്തെങ്കിലും? ഞങ്ങൾ 1.5 വയസ്സിലോട്ട് കൊടുത്തു തുടങ്ങിയത്. ഇന്നിപ്പോ കഴിഞ്ഞ മാസം വരെ ഞങ്ങൾ സ്പീച്ച് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ അവൾക്ക് പറഞ്ഞത് മെയിൻ ഒരു സർജറിയാ. ആ സർജറിയിൽ കുറച്ച് അവൾ അത്യാവശ്യ കാര്യങ്ങള് ചെയ്യുന്നാണ് പറഞ്ഞത്. സർജറി നമുക്ക് പെട്ടെന്ന് ചെയ്യണം. നിമാൻസിലാണ്, ബാംഗ്ലൂർ നിമാൻസിലാണ് ട്രീറ്റ്മെന്റ്. അപ്പൊ ആ നിമാൻസില് അവർ ഞങ്ങൾ തന്നെ കഴിഞ്ഞ മാസത്തിൽ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സർജറിക്ക് വേണ്ടി വരാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു മിഷ്യൻ നമ്മള് പുറത്തെ രാജ്യത്തുനിന്ന് അപ്പൊ നമ്മള് 10 ലക്ഷം രൂപ കെട്ടി വെച്ചെങ്കിലേ ആ സർജറിക്ക് നടക്കുള്ളൂ. ഇതുവരെ ഞങ്ങള് ചികിത്സിച്ചതൊന്നും വെള്ളത്തിലായി പോയ പോലെ. ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടാണ് ഞങ്ങൾക്കൊരു. അപ്പൊ ഇപ്പൊ ഇത്രയും വലിയൊരു എമൗണ്ട് നിങ്ങൾ സംഘടിപ്പിക്കണം അല്ലേ? ഈ മിഷ്യന് സംഘടിപ്പിക്കണം. പിന്നുള്ളത് പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ ആയിട്ട് ഒരു 18 ലക്ഷം എന്നാ അവർ പറഞ്ഞെടുക്കുന്നത്. മിഷ്യന് 10 ലക്ഷം രൂപ കെട്ടിക്കണം. പിന്നുള്ള കാര്യങ്ങളൊരു. അതെ. അപ്പൊ ഈ ഇത്രയും നാളുള്ള എന്താണ് ഒരു സാമ്പത്തിക സഹായങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട്? ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഈ പെൻഷൻ കിട്ടുക എന്നല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്നിട്ട് ആശ്രയിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ കഴിയാവുന്നതും ഞങ്ങളെ കൊണ്ട്
ചെയ്യാൻ നോക്കി. ഇനി ഈ 10 ലക്ഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ ആവും. ടെൻഷനാണ്. പക്ഷെ എന്നാലും ഉള്ള ജീവിതം നമുക്ക് ഇനിയും ഒന്നും കൂടി കാരണം നിങ്ങൾ അതായത് എന്തെങ്കിലും ഒരു കാര്യം സ്വയം ചെയ്തിരുന്നെങ്കിൽ അതാണ് നിങ്ങൾക്ക് വേണ്ടത്. സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ വാഷ്റൂം പോവാനൊക്കെ ഒരാളുടെ ഹെൽപ്പ് വേണം. വേണം. ഞാൻ പറയണേ, ഇപ്പൊ ഒരു വീൽ ചെയറിൽ ഒരു കുട്ടി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അത്ര ഒരു സങ്കടം തോന്നില്ല. ഇത് നമ്മൾ അവിടെ ഇരുത്തി പോയി എന്ത് ചെയ്ത് വന്നാലും അവൾക്ക് അറിയില്ല, വേദന അറിയില്ല. വേദന അറിയില്ല. ആരെന്തെങ്കിലും ചെയ്താലും അവൾ അതിനോട് പ്രതികരിക്കാൻ അവൾക്ക് അറിയണില്ല. ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, വീൽ ചെയറിലായാലും എൻ്റെ കുട്ടിക്കൊന്ന് എന്തിനോടെങ്കിലും ഒന്ന് പിന്നെ ഇന്നിപ്പോ നമ്മള് ഭക്ഷണം കൊടുത്തില്ലേ അവളോട് ചോദിക്കില്ല. നമ്മൾ നേരത്തിന് അവൾക്ക് അതാ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അവൾ അങ്ങനെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല അവൾക്ക്. അപ്പൊ ഈ ഒരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാകും, 100% ഒക്കെ എന്നാണ് ഡോക്ടർ പറഞ്ഞു. മാക്സിമം നിങ്ങൾ ചെയ്യാ, ഇനി മരുന്ന് നമുക്ക് നോക്കണ്ടെന്ന് പറഞ്ഞു. ശരി, നമുക്ക് അമ്മയോട് സംസാരിക്കാം. ചേച്ചി നമസ്കാരം, പേര്? നിമ. ഓക്കെ, അപ്പൊ ആതികയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പൊ അമ്മാമ്മ പറഞ്ഞത്. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ അതെയോ? ഇല്ല. ഇപ്പൊ ഫുൾ ടൈം ഒരാള്, എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാവണം തോന്നുന്നു അല്ലേ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതായതുകൊണ്ട്. കൂടുതല് എന്റെ അമ്മയും എന്റെ അച്ഛനാണ് കൂടുതൽ. അപ്പോൾ കുഞ്ഞിലെ മുതൽ ഇപ്പോൾ ഇത്രയും നാളായതുകൊണ്ട് എന്തെങ്കിലും ഒരു നല്ലൊരു മാറ്റം കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ? അതെയോ കുഞ്ഞിലെ എങ്ങനെയായിരുന്നു അതേപോലെ ഒരു കണ്ടീഷൻ ആണോ? അതിനെക്കാട്ടും കൂടുതലായിട്ടും അസുഖങ്ങൾ കൂടുതലാണ്. അതായത് വേറെ അസുഖങ്ങളുണ്ടോ? അത് 18 തരം ഫിക്സിൽ 18 തരം അവൾക്ക് വന്നു പോകുന്നുണ്ട്. ഒരു ദിവസം 10-50 പ്രാവശ്യം വരും ഒരു ദിവസം. അത് ഉറക്കത്തില് വേറെ തരത്തില്, എനിറ്റിരിക്കുമ്പോ വേറെ തരത്തില്, പല തരത്തിലാ വരിക. അപ്പൊ അതാണ് ഇപ്പൊ മരുന്നോള് കൊടുത്തിട്ട് ഇനി മരുന്നോള് കൊടുക്കാനില്ല. അപ്പൊ അതാണ് സർജറി പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ സർജറിക്ക്? വഴി ഞങ്ങൾ അവിടെ കുറെ നാട്ടില് പഞ്ചായത്തിലും അവിടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ശരിയായിട്ടില്ല. എന്തെങ്കിലും ഒരു ഡോക്ടർ ഒരു ദിവസം പറയുന്നുണ്ട്? അത് നമ്മളോട് ഇന്ന ദിവസം എന്ന് പറഞ്ഞില്ല, ഇത്ര അധികം പൈസ ആയി കാരണം നിങ്ങൾ പൈസ റെഡി ആയി കഴിഞ്ഞാൽ ഉടനടി വന്നോളൂ എന്നാ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം എന്തായാലും നമുക്ക് നോക്കാം, ഇത് ഈ പ്രോഗ്രാം കാണുമ്പോ ആരെങ്കിലും ഒരാള് വരുമോ? എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ, അത് എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും ഞാൻ പറയാനില്ല. ഈ മിഷയെ കിട്ടി അവള് സർജറിക്ക് കൊണ്ടുപോയി ഒന്ന് സംസാരിക്കേണ്ട വിധം, അവൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ, മറ്റുള്ളവരൊരു രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്തെങ്കിലും 2 വാക്ക് പറയാനുള്ളൊരു ചോയ്സ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞങ്ങൾ ഇതുവരെ ഒരാളോട് പറഞ്ഞിട്ടില്ല, ഇത്ര വിഷമങ്ങൾ ഞങ്ങൾ ഒരാളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാൻ കണ്ടെടുക്കുമെന്നാണ് പറഞ്ഞു. എന്ത് ചെയ്താലും ഞാൻ ഓപ്പറേഷൻ നടത്താൻ ഇതുണ്ട് എന്നാണ്, ഓപ്പറേഷൻ നടത്തും, എൻ്റെ മോളെ എങ്ങനെയാലും ഒന്ന് രക്ഷിക്കണം എനിക്ക് എന്നാണ്. കൊറേ ഹോസ്പിറ്റലിൽ പോയി നോക്കി. അതുപോലെ അമ്മയുടെ അടുത്തേക്ക് പോയപ്പോ അവിടെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ അന്വേഷിച്ചു. അമൃത ഹോസ്പിറ്റലിലും ഈ സർജറി നമുക്ക് ഡാൻസ് കളിക്കണ്ടേ? പിന്നെ താത്തയെ കളിച്ച കാലുകൊണ്ട് താത്തയെ വെച്ച താത്തയെ TV-യിൽ പാട്ട് വെച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വന്ന അടുക്കളയിലേക്ക് ഓടി വരും, കയ്യും പിടിച്ചിട്ട് വന്നിട്ട് അവളൊപ്പം കളിക്കുക. അത് ശരി. അപ്പൊ ഞാൻ അവളും കൂടി ചോട് വെച്ചാൽ അവൾക്ക് വലിയ ഇഷ്ടമാണ്. എന്തായാലും നമുക്ക് ഈ ഒരു പ്രോഗ്രാം കാണുന്ന ആരെങ്കിലും ആദികയെ സഹായിക്കാൻ എത്തും, ഒരു ചെറിയൊരു സഹായമെങ്കിലും ആയിട്ട് അവര് മുന്നോട്ട് വരും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ചേച്ചി എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒന്നും പറയാനില്ല, കാരണം നമ്മൾ ഇതുപോലുള്ള കുറെ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ മോൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് പിന്നെ പ്രാർത്ഥിക്കാനേ എനിക്ക് പറ്റുള്ളൂ. ഇപ്പൊ എത്ര വയസ്സായി? 11 വയസ്സായി. MRയും ഓട്ടീസും കൂടി കടന്നു വന്ന കാരണ രണ്ടും ഓട്ടീസും ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ആകുമ്പോ അവൾ എന്ത് ചെയ്യണ, എന്ത് പിടിക്കണ, എന്ത് പറയണു ഒന്നും അവൾക്ക് അറിയണില്ല. ഇന്നിപ്പോ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ഫിക്സ് വന്നാൽ നാളേക്ക് അത് മറക്കും. അങ്ങനെയാണ് തെറാപ്പി ചെയ്തിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒന്ന് അവള് ക്യാച്ച് ചെയ്തിട്ടുണ്ട് വെച്ചിങ്ങനെ
പിറ്റേ ദിവസം ഫിക്സ് വന്നാൽ അത് മറക്കും. ആ അതെ 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 അതെ. അതാണ് പ്രശ്നം. ചെറുതുകളൊക്കെ വന്ന് പോകുമ്പോൾ കുഴപ്പമില്ല. ഈ വലുതുകൾ രാത്രി നേരത്തെ വരുന്ന ഫിക്സുകൾ വരുമ്പോഴാണ് അവള് ചെയ്തത് കംപ്ലീറ്റാ പോയി. പിന്നെ ഒരു അന്തപ്പ് പോലെ കുട്ടി. ആ ഹാ 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 ഹാ. അതെ, അപ്പൊ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു നല്ലൊരു സംഭവം, സന്മനസ്സുള്ളവർ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരാള്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഒരു വഴി തുറന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് ഇരിക്കാം അല്ലെ. ഈ ആദിക പെർഫോം ചെയ്ത കുറച്ച് സ്റ്റേജിൽ പെർഫോം ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിന്റെ കുറച്ച് ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഞാൻ ചേച്ചിക്ക് കാണാൻ വേണ്ടിയിട്ടും പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ടും നമ്മൾ LED പ്ലേ ചെയ്യാം. ഓക്കെ. ആ ആദിക കുട്ടി, അടിപൊളി ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ. പിന്നെ ഇതൊക്കെ നമ്മുടെ മോനെ നോക്കിയേ, നമുക്ക് പോണ്ടേ, ടാറ്റ പോണ്ടേ. ഗുഡ്.